everybody, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ചിക്കൻ കിളിക്കൂട് മലബാർ സ്റ്റൈലിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻസിനും ഈ ചിക്കൻ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സാധാരണ കിളിക്കൂട് കിട്ടും. അപ്പോൾ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എല്ലാം ചെറിയ പീസുകളായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കടിക്കും, അല്ലെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ടിട്ടാണ്. സവാളയും ഒരു ചെറിയ കഷ്ണം മാത്രം കൊത്തി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഒത്തിരി വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. നമുക്കപ്പോൾ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇന്ത്യൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയേക്കാം. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഈ ഓയിലിന് ഓൾറെഡി ചൂടുണ്ടല്ലോ, ആ ഒരു ചൂട് മതി. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിന് നല്ല കളർ വരാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. ഗരം മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി കുറച്ച് മുന്നേ നിൽക്കുമ്പോഴാണ് ഈ ഒരു കിലിക്കൂടിന് നല്ല ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് നല്ല ഫ്ലേവറിന് വേണ്ടി പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നല്ല പോലെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. എണ്ണയ്ക്ക് ഇപ്പോഴും ചൂടുണ്ട്, അതുകൊണ്ട് ആ ഒരു ചൂടിൽ ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടിക്കോളും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒരു 4 വിസിലൊക്കെ വരുന്നത് വരെ നല്ല പോലെ വേവിച്ചെടുത്തു. അതിനുശേഷം ബോൺസ് എല്ലാം മാറ്റി ഫ്ലഷ് മാത്രം എടുത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ കട്ട്ലേറ്റിന് ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്, അതുകൊണ്ടിട്ടാണ് ഞാനിത് കാണിക്കാത്തത്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മാത്രം മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആണെങ്കിലും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം, എന്നാലാണ് നമുക്ക് ബോള് പോലെ ആക്കി എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. ഇതിന് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാനിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് വേവിക്കുമ്പോൾ എപ്പോഴും നല്ല പോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് മാഷ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേവിക്കണം. പകുതിയൊക്കെ വെന്തതാണെങ്കിൽ കട്ട വരും. അപ്പോൾ പിന്നെ നമ്മൾ ബോളാക്കി എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പൊട്ടറ്റോയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കൊരു ചെറിയ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പോലെ കുരുമുളകിൻ്റെ ആ ടേസ്റ്റും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ തണുപ്പിച്ചെടുക്കുക. ഒത്തിരി തണുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചൂട് വേണം. അപ്പോൾ ആ ഒരു ചൂടോടെ നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. വെർമിസിലി, നല്ല നീളത്തിലുള്ള വെർമിസിലി ആയിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട അതിൻ്റെ മഞ്ഞയും വെള്ളയും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ മിക്സ് കയ്യിലിട്ട് ഉരുളയാക്കി എടുക്കാം. അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കുഴി ഇട്ടിട്ട് ഒരു കഷ്ണം മുട്ട വെച്ച് കൊടുത്ത് നന്നായിട്ട് മൂടിയെടുക്കണം. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ വെള്ളമോ ഒന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ പിടിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒന്നും കയ്യിൽ തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ബോളാക്കി ഇതുപോലെ എടുക്കുക. ബോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഉള്ളിൽ ഈ മുട്ടയുടെ പീസ് വയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുന്നത്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെസ്റ്റിൻ്റെ ഷേപ്പിൽ ഇതെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇത് വെർമിസിൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ വെർമിസിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 4 എണ്ണം നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല നെസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്, കിലിക്കൂട് പോലെ. അപ്പോൾ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചൂടാക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി തിള വരേണ്ട ആവശ്യമില്ല, ചെറിയ മീഡിയം ഒരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒത്തിരി ചൂടായ കരിഞ്ഞു പോവും. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി. അപ്പോൾ കോരിയെടുക്കാം. അപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പേടിയുള്ളവർക്ക് ഞാനിപ്പോൾ ചെയ്തതുപോലെ ചട്ടുകത്തിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് നമുക്കിങ്ങനെ എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം പൊരിച്ചെടുക്കുവാണ്. ഇപ്പം എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്താൽ മതി. നെസ്റ്റിൻ്റെ ഒരു രൂപത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു 3 മുട്ടയൊക്കെ വെച്ച് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി വെച്ചിട്ട് കൂടിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് റെഡി ആക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഈ കിളിക്കൂട് ഇതുപോലെ പൊട്ടിക്കുമ്പോൾ നല്ല ഭംഗിയിൽ മുട്ടയൊക്കെ ആയിട്ട് റെഡി ആയി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. But thank you for watching Inu's recipe. Stay tuned and happy Ramzan.